ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ളതായി കുഞ്ഞാലി മാഷ് വളരെ മനോഹരമായി തന്നെ അതിൻ്റെ പിന്നിൽ അദ്ദേഹം ഇത് മുഴുവൻ വായിച്ച് അതിനെക്കുറിച്ച് എഴുതിയതിനെ പറ്റിയാണ് നമ്മളോട് സംസാരിച്ചത്. പശ്ചാത്തലമായി മറ്റു ചില സാംസ്കാരിക സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയ സുഹൃത്ത് നസറുദ്ദീൻ മണ്ണാർക്കാട് 2021 വാര്യംകുന്നത്ത് സീറപ്പാട്ട് പുറത്തിറക്കിയ സമയത്ത് അതിന്റെ പ്രസാധകരിൽപ്പെട്ട AM നദീബ് സാഹിബൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കരുവാരക്കുണ്ടിൽ വെച്ച് ആ പരിപാടിയിലും സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അത് മുമ്പ് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിക്കാറുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു മാപ്പിളപ്പാട്ട് എഴുത്തുകാരനും കൂടിയാണ് എന്നത് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. വാര്യംകുന്നത്ത് സീറപ്പാട്ടും മുഴുവൻ വായിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. പിന്നീട് പല തരത്തിലും ചരിത്രത്തെപ്പറ്റിയും മുസ്ലിം സാംസ്കാരികതയെ പറ്റിയും സർഗാത്മകതയെ പറ്റിയും മാപ്പിളപ്പാട്ടുകളെ പറ്റിയും ഒക്കെ അദ്ദേഹവുമായി ഇടക്ക് സംസാരിക്കാനൊക്കെ അവസരം ഉണ്ടാവുകയും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഷഹീദ മില്ലത്ത് ടിപ്പു സുൽത്താൻ കിസ്സപ്പാട്ടിന് ഒരു പഠനം, ഒരു വലിയ അങ്ങനെ ഗഹനമായ പഠനമൊന്നുമല്ല, ഒരു ഒറ്റനോട്ടം ഒരു വായനക്കകത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതിൽ എഴുതി എന്നേ ഉള്ളൂ. ഈ പുസ്തകത്തിൽ അതുണ്ട്. അതില് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇങ്ങനൊരു മാപ്പിളപ്പാട്ടിനുള്ള, പ്രത്യേകിച്ച് ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഒരു പാട്ടിന്റെ ഒരു പ്രാധാന്യം, അതുപോലെ ഈ പാട്ടിൽ കവി ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലവും പ്രാധാന്യവും ഒക്കെ കുറച്ച് പറയാനേ ഞാൻ അതിൽ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ എന്നോട് ഇത് എഴുതാൻ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഇതേപോലെ വാട്സാപ്പിൽ അയച്ചു തരികയായിരുന്നു ഇതിന്റെ PDF. അപ്പോഴേ ഞാനും അദ്ദേഹവുമായി സംവദിച്ചത്, പറഞ്ഞത് പരസ്പരം, നിങ്ങൾ ഇങ്ങനെ ഒരു പാട്ട് എഴുതുമ്പോൾ സമൂഹത്തിന് എന്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് തിരിഞ്ഞത്. അതറിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതിൽ എന്തൊക്കെ സവിശേഷതയാണ് ഒരു പാട്ട് എന്നുള്ള നിലക്ക്. മാപ്പിളപ്പാട്ട് വലിയ പാരമ്പര്യമുള്ള ഒരു സംഭവമാണല്ലോ മാപ്പിളപ്പാട്ട്, നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പൊ നമുക്കറിയാം, പുതിയ കുട്ടികളൊക്കെ പിന്നെ പുതിയ സോഷ്യൽ മീഡിയ യൂട്യൂബുകളിലും മറ്റൊക്കെ മനോഹരമായിട്ടുള്ള രീതിയിൽ പഴയ ക്ലാസിക് മാപ്പിളപ്പാട്ടുകളെ വളരെ ഗംഭീരമായി പാടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളൊക്കെ അതിന്റെ ആസ്വാദകരാണ്. മാപ്പിളപ്പാട്ടിന് ഇപ്പൊ വലിയൊരു പാരമ്പര്യമുള്ളതാണ്. അതില് മൊഹീദ്ദീൻ മാല മുതൽക്ക് ഒരു പ്രത്യേക തരത്തിൽ 19ാം നൂറ്റാണ്ടായപ്പോഴേക്ക് മോയിൻകുട്ടി വൈദ്യരെ പോലുള്ള ഒരാൾ വരുന്നു. അതിനു മുമ്പ് 18ാം നൂറ്റാണ്ടിൽ കുഞ്ഞായി മുസ്ലിയാർ വരുന്നു. കുഞ്ഞായി മുസ്ലിയാർ നൂൽമധുവും നൂൽമാലയും പിന്നെ കപ്പപ്പാട്ടും ഒക്കെ വരുന്നതോടുകൂടി മാപ്പിളപ്പാട്ടിൽ തമിഴിന്റെ പലപ്പോഴും സങ്കീർണമായ തമിഴിന്റെ ഒരു മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു, ഒരു പ്രത്യേക തരത്തിൽ. പക്ഷെ 19ാം നൂറ്റാണ്ട് വന്നപ്പോഴേക്ക് ബ്രിട്ടീഷുകാരുടെ കാലം, സവർണ ജന്മിമാരുടെ ആധിപത്യമുള്ള പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ എഴുതുന്ന മോയിൻകുട്ടി വൈദ്യർ 19ാം നൂറ്റാണ്ടിൽ ബഹുഭാഷകളായിരുന്നു അതിനകത്ത് കലർത്തിയത്. നമുക്കറിയാം, മലയാളം, തമിഴ്, തുളു, കന്നഡ, സംസ്കൃതം, ഫാരിസി, പിന്നെ അതുപോലെ ലക്ഷദ്വീപിലെ ജസരി, ഇങ്ങനെ പല ഭാഷകളുടെ കലർപ്പ് അതിനകത്ത്. തമിഴിനും അറബിക്കും ഒക്കെ കുറച്ചും കൂടി ഒരു സ്വാധീനമുണ്ട്. തനി നാട്ടും മലനാട്ടുമൊഴി എന്ന് പറയാം, അല്ലെങ്കിൽ മലബാറിലെ മാപ്പിള വാമൊഴി ഒക്കെ കലർന്നുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള എന്താ പറയാ ബ്ലെൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സങ്കരമായിട്ടുള്ള സ്ഥലം കൊടുത്തുകൊണ്ട് മാപ്പിളപ്പാട്ടുകൾ എഴുതി. അപ്പൊ എങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നതെന്ന് ചോദിച്ചാൽ പാടിപ്പറച്ചിലുകൾ വഴിയാണ്. വെറുതെ രചന മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ആളുകളുടെ ഹൃദയത്തിൽ എത്തുമായിരുന്നില്ല. നമുക്കൊക്കെ അറിയാം. ഞാൻ എന്റെ വല്യമ്മ പാടി കേട്ടതാണ് പണ്ട്, ഉളരിയുടെ വമ്പമും നാത്തത്തേറി നടക്കുന്നേ. ട്യൂണ് ശരിക്കും ആധുനികമാണ് കേട്ടോ, ഇങ്ങനത്തെ ട്യൂണല്ല വല്യമാര് പാടിയത്. ഇത് വളരെ മോഡേൺ ആയിട്ട് പിൽക്കാലത്ത് 1950-കൾക്ക് ശേഷം വന്നിട്ടുള്ള ട്യൂണിംഗ് ഒക്കെയാണ്. ഉമ്മുൽ ഖുറാവിൽ അണയും മൂണ്ട് ദിനം മുന്നേ തെളിവർ നബി കമ്മത്തായത്തിക്ക ഉമ്മത്താൽ. അതൊക്കെ വല്യമ്മ പാടി കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത്തരം മിശ്രമായിട്ടുള്ള ഭാഷ അതിനകത്ത് ഉപയോഗിച്ചിട്ട് പോലും അവർക്കത് വളരെ അർത്ഥം പറഞ്ഞു തരുകയും ചെയ്യും. പ്രായമുള്ള ആളുകൾ അതിന്റെ അർത്ഥവും പറഞ്ഞു തരുന്നു. വെച്ചാൽ നമ്മളുടെ ഔദ്യോഗികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കിട്ടാത്ത, എന്നാൽ
ഇത്തരത്തിൽ വളരെ ആഴത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക ചരിത്രത്തെ പറ്റിയും ഈ പാട്ടുകളുടെ ഭാഷാ വൈവിധ്യം പോലും അർത്ഥത്തോടുകൂടി വിശദീകരിക്കാനുള്ള പ്രാപ്തിയും ഉണ്ടായിരുന്നു നമ്മുടെ ഒരു പഴയ തലമുറക്ക്. അപ്പൊ അത് ഈ പാടിപ്പറച്ചിൽ എന്ന് പറയുന്ന ഒരു പെർഫോമൻസും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. വെറും ഒരു ടെക്സ്റ്റ് ആയിട്ടല്ല മാപ്പിളപ്പാട്ടുകൾ നിലനിന്നിരുന്നു. അതൊരു എഡ്യൂക്കേഷൻ പ്രോസസ് ആയിരുന്നു. അത് ബഹുജനങ്ങൾക്കിടയിൽ പാടിപ്പറഞ്ഞിരുന്നു. അത് മുസ്ലിങ്ങൾ മാത്രമല്ല അതിന്റെ ഓഡിയൻസ്, അത് പലതരം ആളുകൾ, ദലിതരൊക്കെ പ്രത്യേകമായിട്ട്. കൊണ്ടോട്ടിയിൽ മോയിൻകുട്ടി വൈദ്യർ ഒരു പാട്ട് ഇറക്കി കഴിഞ്ഞാൽ അത് പ്രകാശനം നിർവഹിക്കുന്നത് പാടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംഘം. അങ്ങനെയാണ്. അപ്പോ അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആളുകളും ആ പ്രദേശത്തുകാരും വന്നുകൂടും. അവരൊക്കെ അത് ആസ്വദിക്കും. മലപ്പുറം കിസ്സപ്പാട്ട് എന്ന് പറയുന്ന കാവ്യത്തിന്റെ അവസാനത്തിൽ വൈദ്യര് പറയുന്നുണ്ട്, ഞാൻ ഇത് പാടി അരങ്ങേറി ഇന്ന സദസ്സിൽ. അവിടുത്തെ അബ്ദുറഹ്മാൻ ഹോജ, മറ്റേ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പിന്നെ ഉസ്താദുമാര്, ഷെയ്ഖുമാര്, അതുപോലെ നാട്ടുകാര്, പ്രമാണികാര്, എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇത് പാടി അരങ്ങേറി ഇന്ന ഡേറ്റിന് എന്ന് കൃത്യമായിട്ട് മതിനിധിമാല അഥവാ മലപ്പുറം കിസ്സപ്പാട്ട്, മലപ്പുറം പടപ്പാട്ടിനകത്ത് പറയുന്നു. അതിന്റെ അർത്ഥം അന്നത്തെ ട്രഡീഷൻ അതാണെന്നാ. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യം മാപ്പിളപ്പാട്ടിനുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് ചാക്കീരി ബദറിന്റെ വ്യാഖ്യാനവും ആസ്വാദനവും, ചാക്കീരി മൊയ്തീൻകുട്ടി സാഹിബ്, നമ്മുടെ മന്ത്രിയായിരുന്ന ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബിന്റെ പിതാവ്. ചാക്കീരി മൊയ്തീൻകുട്ടി സാഹിബ് സത്യത്തില് മോയിൻകുട്ടി വൈദ്യരുടെ ഒരു കാലക്കാരൻ എന്ന് പറയാം. അദ്ദേഹവും പിൽക്കാലത്ത് 929 വരെ ജീവിച്ച ഒരാളാണ്. പക്ഷെ 1800-കളിൽ തന്നെ അദ്ദേഹത്തിന്റെ കാവ്യ സബര്യ തുടങ്ങിയിട്ടുണ്ട് പകുതിക്ക് ശേഷം. അപ്പൊ ചാക്കീരി മൊയ്തീൻകുട്ടി സാഹിബിന്റെ ബദർ കിസ്സപ്പാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടിന്റെ തൊട്ടുടനെയുള്ള കാലത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ. വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല കാലപരമായി. പക്ഷെ രണ്ടും വളരെ വ്യത്യാസമുള്ളതാണ് രചനയുടെ സ്വഭാവം. ഒന്ന് ഈ പറയുന്ന അറബി, പേർഷ്യൻ, ജസരി, പലതരം മിശ്ര ഭാഷകൾ, അബ്ജദീയ. അപ്പൊ അബ്ജദ് അതിന്റെ കണക്ക് സമ്പ്രദായത്തിൽ ഉള്ള സംഭവങ്ങൾ നസറുദ്ദീന്റെ കവിതയിലും മനോഹരമായി ഉപയോഗിച്ചിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യരും ഉപയോഗിച്ചിട്ടുണ്ട് അത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ വളരെ രീതിയിലുള്ള വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കുറച്ച് ഉടനെയുള്ള വർഷങ്ങളിൽ മലയാള ഭാഷയുടെ കൂടുതൽ മലയാളത്തിന്റെ വാക്കുകൾ മതിനിധിമാൻ ജഗതി വിളങ്ങും, ലോകത്ത് മുഴുവൻ വിളങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയ ആളാണ് ചാക്കീരി മൊയ്തീൻകുട്ടി സാഹിബ്. അതിനെ ചാക്കീരി ബദർ എന്ന് നമ്മൾ പറയും. ഗസ്വത്ത് ബദറുൽ കുബ്ര എന്ന് തന്നെയാണ് അതിന്റെ പേര്. വലിയ യുദ്ധം എന്നുള്ള അർത്ഥത്തിൽ ബദറിന്റെ. അപ്പൊ അത് ഈയിടെ പിന്നെ അത് 1965-56 കാലത്ത് ചന്ദ്രികയിൽ അതിന്റെ പഠനം വന്നിരുന്നു. കൊട്ടക്കൽ പറപ്പൂരിനടുത്തുള്ള TP യൂസുഫ് മാഷ് എന്ന് പറഞ്ഞ ഒരാള് എഴുതിയ പഠനം ഇപ്പൊ അദ്രോമ മങ്ങാടും ഒക്കെ സമാഹരിച്ച് അതിപ്പോ ഗ്രേസ് ബുക്സ് പബ്ലിഷ് ചെയ്തു. അതിന്റെ ഒരു ചടങ്ങിൽ പുസ്തക പരിചയം നടത്താൻ എനിക്ക് അവസരം ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞ പറപ്പൂര് വെച്ചിട്ട് യൂസുഫ് സാഹിബിന്റെ നാട്ടിലാണ്. അപ്പൊ 1956 ചന്ദ്രികയില് ഖണ്ഡശയായിട്ട് വന്നിട്ടുള്ള അത് വെച്ചാൽ അന്ന് അത് വിശദീകരിക്കാൻ വേണ്ടി, അത് വിശദീകരിക്കുന്ന രീതിയിൽ പത്രത്തിൽ അതിന്റെ ആസ്വാദനം വന്നു എന്നുള്ള ഞാൻ പറയുന്നു, ചാക്കീരി ബദറിന്റെ. അപ്പൊ അങ്ങനെ മാപ്പിളപ്പാട്ടിനെ മുസ്ലിം ബഹുജനങ്ങളും അതുപോലെ ഉബൈദ് സാഹിബിനെ പോലുള്ള, ആബു സാഹിബിനെ പോലുള്ള ആളുകളും ഒക്കെ വളരെ വൈജ്ഞാനിക തലത്തിലും ഒക്കെ കണ്ടിട്ടുള്ള ഒന്നാണ് അതിന്റെ ഒരു ട്രഡീഷനെ പറ്റിയും. അപ്പൊ ഈ ട്രഡീഷൻ ഒക്കെ പ്രധാനമാണ്. ഇത് തിരിച്ചറിയുന്ന തരത്തിലാണ് നസറുദ്ദീന്റെ എഴുത്തെന്നാണ് എനിക്കത് വീക്ഷിച്ചപ്പോൾ മനസ്സിലായത്. കാരണം നമുക്കറിയാം PT അബ്ദുറഹ്മാനെ പോലെയുള്ള വടകര, അതുപോലെ തന്നെ മെഹറിനെ പോലെയുള്ള, MA കൽപ്പറ്റയെ പോലെയുള്ള വലിയ ഒരു ആധുനിക ട്രഡീഷൻ മാപ്പിളപ്പാട്ടിനുണ്ട്. ആ ആധുനിക ട്രഡീഷൻ ഈ ചാക്കീരി മുതൽക്ക് തുടങ്ങുന്നു. കാലപരമായിട്ട് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. കാരണം ഇതൊക്കെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. വൈദ്യരുടെയും പുലിക്കോട്ടിന്റെയും പുലിക്കോട്ടിൽ തന്നെ വേറൊരു ഘട്ടത്തിൽ വേറൊരു പാറ്റേണിലേക്ക് എഴുത്തിനെ മാറ്റുന്ന ആളാണ്. പുലിക്കോട്ടിലും 20-ാം നൂറ്റാണ്ടിലും ജീവിച്ച ആളാണ്. 19-ാം നൂറ്റാണ്ടിൽ പിന്നെ ജനിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ അധികം ജീവിച്ച ആളാണ് പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ്, വണ്ടൂരിക്കാരൻ. അപ്പോ ഈ പല ട്രഡീഷൻ മാപ്പിളപ്പാട്ടിനുണ്ട്. വളരെ പരമ്പരാഗതമായ ഒരു മിശ്ര ഭാഷാ വ്യവസ്ഥയുടെ ട്രഡീഷനും, എന്നാൽ വളരെ എന്താ പറയാ ഇന്നത്തെ മലയാളം എന്ന് പറയുന്ന പദാവലികൾ കൂടുതലുള്ള മാപ്പിളപ്പാട്ടിന്റെ ട്രഡീഷനും ഉണ്ട്. ഈ രണ്ടിന്റെ നടുക്കുള്ള ഒരു രീതിയിൽ ആണ് നസറുദ്ദീൻ മണ്ണാർക്കാടിന്റെ ഈ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ കിസ്സപ്പാട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുഞ്ഞാൽ മാഷ് പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, മലയാളത്തിൽ ടിപ്പു സുൽത്താനെ പറ്റി അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടില്ല. ഒരു വില്ലൻ
കഥാപാത്രമായിട്ടാണല്ലോ ടിപ്പു കടന്നു വന്നിട്ടുള്ളത്. ഇപ്പൊ 1902 AR രാജരാജവർമ്മ മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്ത വലിയൊരാളായിട്ട് എല്ലാവരും അറിയുന്ന ഒരാളാണ്. കേരള പാണിനി എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹം മലയ വിലാസം എന്നൊരു ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ട്. 1902 ഈ അദ്ദേഹത്തിന് തെക്കൻ ഭാഗത്ത് നിന്ന് അദ്ദേഹം മദിരാശിയിൽ പോകുമ്പോ, തീവണ്ടിയിൽ പോകുമ്പോ സഹ്യപർവ്വതത്തെ ഇങ്ങനെ അദ്ദേഹം കണ്ടു ആ യാത്രയിൽ. അപ്പൊ അദ്ദേഹം സഹ്യപർവ്വതത്തെ കുറിച്ച് എഴുതിയ ഒരു കാവ്യമാണ് മലയവിലാസം. അതിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു വില്ലനായിട്ട് അദ്ദേഹത്തിന്റെ അബോധത്തിലും വരുന്ന ആ ഒരു സവർണ എന്താ പറയാ സാംസ്കാരികതയുടെ അബോധത്തിലുള്ള വില്ലനായ ടിപ്പു അതിനകത്ത് കടന്നു വരുന്നത് സഹ്യപർവ്വതത്തിന്റെ ഭംഗി വർണ്ണിക്കുന്ന കൂട്ടത്തിൽ വരുന്നുണ്ട്. ബംബാപുരം തൊട്ടിഹ കന്യയോളം അമ്പോ ഭവാൻ നീണ്ടുയരാതിരുന്നാൽ മിണ്ടാതെ മൈസൂർ കടുവ ഇതൊക്കെ പണ്ടേ പെരുംപ്രാതലിനാക്കിയേനെ. ബംബാപുരം ബോംബെ പുരപട്ടണം, തൊട്ടിഹ കന്യയോളം കന്യാകുമാരി വരെ, അമ്പോ ഭവാൻ നീണ്ടുയരാതിരുന്നാൽ സഹ്യപർവ്വതമേ നീ ഇങ്ങനെ നീണ്ട് ഉയർന്നു കിടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, മിണ്ടാതെ മൈസൂർ കടുവ വളരെ പതിഞ്ഞു വന്ന് മൈസൂർ കടുവ ഇതൊക്കെ പണ്ടേ പെരുംപ്രാതലിനാക്കിയേനെ, വലിയ പ്രാതലായിട്ട് ഇതൊക്കെ വിഴുങ്ങി പോകുമായിരുന്നു. എന്ന് വെച്ചാൽ ടിപ്പു ഇതൊക്കെ തകർത്ത് ഈ പ്രദേശമൊക്കെ പിടിച്ചെടുക്കുമായിരുന്നു നീ സഹ്യപർവ്വതം എന്ന ഒരു കോട്ട പ്രകൃതി ഒരുക്കിയിട്ടില്ലായിരുന്നെങ്കിൽ. അത്രയും ടിപ്പുവിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഈ പ്രതിനായക തലം എന്ന് പറയുന്നത് സാംസ്കാരികമായി തന്നെ പല മട്ടിൽ നമ്മുടെ എഴുത്തുകാർക്കിടയിൽ ഉള്ളതാണ്. അപ്പോ ചിലപ്പോ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംവദിക്കാനോ ARനോട് പറയാനോ ഒന്നും പറ്റിയ രീതിയിലുള്ള ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യാൻ ആളുകളും ഉണ്ടായിരിക്കില്ല. അപ്പോ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ടിപ്പു ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പോ ഒരു ഞാൻ കേട്ട് നസ്രു ഇത് ആദ്യം ഒരു ചരിത്രകൃതി എന്നുള്ള നിലക്ക് എഴുതാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനേക്കാൾ ഫലം ചെയ്യും. ഒരർത്ഥത്തിൽ ഇത് പുതിയ കുട്ടികൾ പാടി പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഈ കിസ്സപ്പാട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അതിനൊരു രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു പാരായണം കേരളത്തിന്റെ ആ തരത്തിൽ ഇതിനൊരു കൾച്ചറൽ സ്ഫിയറിലേക്കാണ് ഇത് കൊടുക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ ഗംഭീരമായ കാര്യം. ഞാൻ പറയുന്നത് ചരിത്ര പുസ്തകം ആവശ്യമുണ്ട്, അത് ശരിയാണ്. ടിപ്പുവിനെ കുറിച്ച് പലതരം പഠനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കിസ്സപ്പാട്ടിന്റെ രൂപത്തിൽ പുതിയ കാലത്ത് ടിപ്പുവിനെ കുറിച്ചൊരു പാട്ട് വരുന്നത് അതിന് വേറെ ചില മാനങ്ങളുണ്ട്. അത് കുറച്ചും കൂടി ഒരു സാംസ്കാരികമായ ആവിഷ്കാരവും പ്രതിരോധവും അല്ലെങ്കിൽ ഒരു പലതരത്തിൽ പറഞ്ഞാൽ ജനപ്രിയ സംസ്കാരത്തിലുള്ള ഒരു ഇടപെടലും കൂടിയായിട്ട് വരുന്നു എന്ന ഏറ്റവും ജനപ്രിയമായ ഒരു രൂപമാണ് മാപ്പിളപ്പാട്ടിന് ഇന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ തരത്തിൽ അത് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയൊക്കെയാണ് കാര്യം. എനിക്ക് സമയം ഏറെക്കുറെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. 1-2 ഇതിലെ കാര്യങ്ങൾ കൂടി ഞാൻ അതിൽ പഠനത്തിൽ സൂചിപ്പിച്ച 1-2 കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് വളരെ ആകർഷിച്ച ചില ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. അവസാനത്തെ ഇശലിന് തൊട്ടു മുമ്പ് ഈ ടിപ്പു സുൽത്താന്റെ അദ്ദേഹം ഷഹീദാവുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭമാണ്. അതിന്റെ പ്രാസവ്യവസ്ഥ എന്ന് പറയുന്നത് സാധാരണ മാപ്പിളപ്പാട്ടിന്റെ പ്രാസവ്യവസ്ഥ അത് നമ്മളെ മലയാള കവിതയുടെയും എല്ലാതരം പാട്ടു പാരമ്പര്യങ്ങളുടെയും ഒക്കെ ഒരു സംഭവം എന്ന് വെച്ചാൽ പ്രാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആസ്വാദനത്തിന് അതിന്റെ താളക്രമവും അതിനൊരു മനോഹാരിത നൽകുന്ന ഒന്നാണ്. പ്രാസം എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ് ഒരർത്ഥത്തിൽ. അത് എല്ലാതരം ലിറ്ററേച്ചറിന്റെ ട്രഡീഷൻ, വേദ പാരമ്പര്യങ്ങളുടെ ട്രഡീഷനിലൊക്കെ ഉള്ളതാണ്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ കടന്നു വരാനുള്ള സാധിക്കുക. അപ്പൊ ഇത് നോക്കൂ, പാലസത്തി നോക്കൂ, ഭാഷ പാലസ് എന്നുള്ളതിന് കൊട്ടാരെന്നോ കസറെന്നോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പാലസ് തന്നെയാണ്. അതാണ് ഇതിന്റെ ഒരു സൗന്ദര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതും കൂടി ഉൾപ്പെടും. കാരണം മോയിൻകുട്ടി വൈദ്യര് ഇംഗ്ലീഷ് ഉപയോഗിച്ച് പലതരം മിശ്രമായിട്ട് ഇംഗ്ലീഷിനെ മാത്രമായിട്ട് അത് ബ്രിട്ടീഷുകാരന്റെ ഭാഷ എന്ന് പറഞ്ഞ് തന്റെ കാവ്യത്തിൽ ഒഴിവാക്കിയിട്ടില്ല. ബദറുദ്ദീൻ റസൂൽ ജമാലില് അവസാനം അവരുടെ കല്യാണത്തിനൊക്കെ വരുന്ന ഇഷ്ടംപോലെ ലാമ്പ് സേഡും ദീപചമ്പക, ലാമ്പ് വിളക്ക്, അത് മാത്രം കുറെ ഉണ്ട്. ഞാൻ മറന്നുപോയി, കുറെ ഇംഗ്ലീഷ് വാക്കുകൾ വൈദ്യര് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കാം. പാലസത്തി കണ്ടതെന്താ നേരമപ്പോൾ രാത്തിരി, പാർവണാബാദർ തെളിന്ത പോലെ കത്തി പൂത്തിരി,
ഉലക് കണ്ട നായനോ ബിലാത്തികൾക്ക് നടുവിലാ ഉദിമതി ഷഹീദമില്ലത്തിന്റെ വജ്ഹ് റംഗിലാ കലിമത്തിൽ യഖീനുറച്ചിട്ടമൽ ചെയ്ത ജിന്ദഗി ഫാദിറെ സുഖത്തിലാക്ക് ടിപ്പുവോരെ ബർസഖി ബിലാത്തി ബിണ്ട് ഹിന്ദ് വീണു എന്റെ കാലിൻ കീഴിലാ ബഹുമതി മാലിക്കുൽ ബ്രിട്ടനേകുമൻ കരത്തിലായി ഹിന്ദവർക്കത് മുതൽക്ക് നിശ്ചയം കരമുയർത്തിയില്ലൊരരശനും കടുത്തു പോയി ഭയം മരിക്കുവോളം ഹിന്ദിലേത് മൺതരിക്കും കാവലാൾ മൈസൂർ കടുവ എന്ന പേരിൽ പുകള് പെറ്റോരേ ഒരാൾ കരൾ മുറിந்து പോയപ്പോൾ വെരുത്തമായി ജനങ്ങളിൽ കൂട്ടം കൂട്ടമായവർ സലാം മൊളിന്തു വീരനിൽ തരുളരാം ആ ഭൂവ ഉമ്മമാർക്കടുത്തുറക്കമായി തകർന്ന് പെയ്തു കാർമുകിൽ അന്നേ ദിനം നനൈന്തതായി. അന്ന് കാർമുകിൽ തകർന്ന് പെയ്തു വീഴുന്നത് അതിൽ പോലും ദുഃഖമുണ്ട്, പ്രസരിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അവസാനത്തെ ഇശലല്ല, അവസാനം ഒന്നുകൂടി ഉണ്ട്. സുഖത്തോടെ എന്ന് പറഞ്ഞ ഏറ്റവും ലാസ്റ്റത്തെ ഒന്നുണ്ട്. നനൈന്ത് മിളി വാർത്തി കവിതയെ ചുരുക്കണല്ല നസറുദ്ദീനാം ഫക്കീർ ചൊല്ലുന്ന അൽഹംദുലില്ല അങ്ങനെ പറഞ്ഞിട്ട് അവസാനിക്കുന്നുണ്ട്. കവിയുടെ പേര് അത് ഒരു ട്രഡീഷന്റെ ഭാഗമാണ്, നമുക്കറിയാം. എല്ലാതരം ഉറുദുവിലൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്, മാപ്പിളപ്പാട്ടിലുണ്ട് അത്. അപ്പൊ ഈ ഒരു സംഭവം ഇത് ഞാൻ കുറെ വരികൾ ഉദ്ധരിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് നസറുൻ അത് ഇവിടെ ചൊല്ലുന്നുണ്ട്. അപ്പൊ ഇതില് ആദ്യാക്ഷരപ്രാസ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിൽ പറയുകയാണെങ്കിൽ കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമ്മക്കമ്പി എന്ന് പറയുന്നത് ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്. എന്റെ ഒരു പഠനത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് വാലുമ്മക്കമ്പി ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 8ാമത്തെ വരിയില് ബഹുമതി മാലിക്കുൽ ബ്രിട്ടനേകുമൻ കരത്തിലായി, അടുത്ത വരി കരത്തിലായി എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഹിന്ദവർക്ക് അത് മുതൽക്ക് നിശ്ചയം കരത്തിലായി എന്ന് അവിടെ അതിന്റെ വരി അവസാനിക്കുമ്പോ ആ സ്റ്റാൻസന്റെ അടുത്ത് തുടങ്ങുമ്പോ കരത്തിലായി തുടങ്ങുന്നു. അത് അന്താതിപ്രാസം എന്നോ അല്ലെങ്കിൽ വാലുമ്മ കമ്പി എന്ന് മാപ്പിളപ്പാട്ടുകാർ പറയും. നമ്മളെ മലയാള കവിതയ്ക്ക് വേറെ വാക്കുകളാണ്, തമിഴ് ട്രഡീഷനിൽ വേറെ വാക്കുകളാണ്. അപ്പോ പറഞ്ഞു വരുന്നത് വാക്കുകൾ എന്തായാലും ഇത് ഒരു രചനാ ഭദ്രത വളരെ പ്രധാനമാണ്. ഇന്ന് ധാരാളം മാപ്പിളപ്പാട്ടുകൾ നമ്മൾ ഈ കലോത്സവ വേദികളിലൊക്കെ കേൾക്കാറുണ്ട്. ഈ പറഞ്ഞ സങ്കര ഭാഷ തന്നെ ഭയങ്കര നിർബന്ധ ബുദ്ധിയോടുകൂടി ചെലുത്തുന്ന, എന്നാൽ കുറെ ഇത്തരം വാക്കുകൾ ഇഷ്ക്, ഇശല്, മറ്റത് മറിച്ച് ഇങ്ങനെ എന്താ പറയാ, കുറെ ഫടഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ലക്ഷദ്വീപത്തൊക്കെ മാതിരി ഇവിടെ വെറുതെ ആവശ്യമില്ലാതെ ഫ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് പഴയ പിന്നെ അറബി മലയാളത്തിന്റെ പരിഷ്കരിക്കുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിലുള്ള ലിപി കാലത്ത് പാക്ക് പകരം ഫ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിൽക്കാലത്ത് പരിഷ്കരണത്തിന് ശേഷം ഒരുപാട് പേര് ചാലകത്ത് വക്കം മൗലവി അല്ലെങ്കിൽ കുറെ പരിഷ്കാരത്തിന് ശേഷം ഫ ആവശ്യമില്ല, എന്നാലും അത് നിർബന്ധ ബുദ്ധിയോടെ ഉപയോഗിച്ച് അതുപോലെ വളരെ എന്താ പറയാ അനാവശ്യമായിട്ട് ആ ഒരു കാർക്കശ്യത്തോടെ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷൻ ഇപ്പൊ ഉണ്ട്. കുറെ മാപ്പിളപ്പാട്ടുകൾ മത്സരവേദികൾ നമ്മൾ കേൾക്കുമ്പോൾ. എന്നാൽ അതുപോലെയല്ല, ഇതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മനുഷ്യരോട് പുതിയ കാലത്തും എന്ന മട്ടിലാണ് ഇത് എഴുതുന്നത്. അതിനൊക്കെ സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാവും. ഇതൊരിക്കലും അതിഗഹനമായ പിന്നെ പലതരം പദാവലികൾ കൊണ്ടുള്ള ഒരു കസർത്തൊന്നും ഇതിനകത്തില്ല. ഇത് വളരെ ആസ്വാദനക്ഷമമാണ്. വായനക്കാർക്ക് ദുർഗ്രഹമായിട്ടുള്ള പദാവലികളൊന്നും ഇല്ല ഇതിനകത്ത്. കുറച്ച് സ്വാഭാവികമായിട്ടും ഒരു ടെക്സ്റ്റിന് അകത്ത് പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്ന ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. പ്രാഥമികമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ചില പദങ്ങളുടെ അർത്ഥവും കാര്യങ്ങളും വേണം എന്നതൊഴിച്ചാൽ, അതുപോലെ ചില കാര്യങ്ങളുടെ ചില സാങ്കേതികത ചിലത് മനസ്സിലാക്കണം എന്നതൊഴിച്ചാൽ, ഞാൻ പറഞ്ഞ അഭിജതീയ കണക്കൊക്കെ അങ്ങനെയുള്ള ചിലയിടത്തുള്ള അതൊന്നും ഇതിനെ മൊത്തം ഭരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആ തരത്തിൽ ഒരു ട്രഡീഷൻ ആവശ്യമാണ്. നമ്മൾ പഴയ കാലത്ത് കച്ചവട സിനിമ, അവാർഡ് സിനിമ, ആർട്ട് കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞപ്പോൾ സമാന്തര സിനിമ എന്ന് പറഞ്ഞ രണ്ടിന്റെയും ചേരുവകൾ ഒക്കെ കൊണ്ടു സിനിമ വന്നൊരു കാലത്തെ കുറിച്ച് പറയുന്നത് പോലെ ഈ രണ്ടിന്റെയും ചേരുവയുണ്ട് എന്നത് വെറുതെ ചേരുവക്ക് വേണ്ടി ചേരുവയല്ല, അത് ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കൂടിയാണ് ഇതിന്റെ നിൽപ്പ്. അപ്പോ അതാണ് ഈ ബാക്കി ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഈ പഠനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല.
പഠനത്തിൽ ഞാൻ ഇതിന്റെ ഭാഷാപരമായ കാര്യങ്ങൾ, ഇശലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ആയതുകൊണ്ട് മാപ്പിളപ്പാട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളത് വായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാവ്യങ്ങൾ ഇനിയും നസ്രുവിൽ നിന്ന് വേണം. നസ്രു ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാവണം. ചില ഹിസ്റ്ററി അത് കുഞ്ഞാലി മാഷ് പറഞ്ഞു, പിന്നെ കുഞ്ഞാലി മരക്കാമാരെ പറ്റി നമുക്കറിയാം. വെളിയങ്കോട് പിന്നെ മാനാത്ത് പറമ്പിൽ കുഞ്ഞുമരക്കാർ ഷഹീദ് കിസ്സപ്പാട്ട് ഉണ്ട്. 2 എണ്ണം എന്റെ അറിവിൽ 2 എണ്ണം ഉണ്ട്. 2 തരത്തിൽ അല്ലെ, 2 എണ്ണല്ലേ ഉള്ളൂ. അപ്പൊ അത് ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് കുറെ നമുക്ക് ആ കഥകളാണോ എന്നൊക്കെ സംശയിക്കുമാറുള്ള പല കാര്യങ്ങളും ഇടചേർന്നതാണെങ്കിലും മാപ്പിളമാരുടെ ചരിത്രത്തിനെ കൂടി അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പോർച്ചുഗീസ് വിരുദ്ധ യുദ്ധങ്ങളുടെ കഥ കൂടി അതിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ത്യാഗത്തിന്റെ കഥ. ഇങ്ങനെയുള്ള നേർച്ചപ്പാട്ടുകൾ എന്നുള്ള പേരിൽ അതൊക്കെ ഇറങ്ങിയിരുന്നത്. കോട്ടുപള്ളി മാല, കോട്ടുപള്ളി നേർച്ചപ്പാട്ട്, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പേരുണ്ടാവുക. ടിപ്പുവിനെ പറ്റി ഒരു നേർച്ചപ്പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അതിന്റെ അറബി മലയാളത്തിൽ അതിന്റെ ഒരു ചട്ട നസ്രു അയച്ചു തന്നു. സൈഫുൽ ഇസ്ലാം എന്ന പേരിൽ ഒരു നേർച്ചപ്പാട്ട്. പക്ഷെ അത് മുഴുവൻ ടെക്സ്റ്റ് നമുക്ക് വായിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. അത് ഏത് കാലത്ത് ഇറങ്ങിയാന്ന് അറിയില്ല. പറ്റുമെങ്കിൽ അതൊന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കണ്ടത്. വേറെ പലരോടും അന്വേഷിച്ചിരുന്നു ഞാൻ ഇത് എഴുതുമ്പോൾ, അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഏതായാലും ആ തരത്തിൽ ഇതൊരു പുതിയ കാൽവെപ്പാണ്. കാരണം മാപ്പിളമാരുടെ ചരിത്രത്തിൽ ടിപ്പുവിനെ കുറിച്ചൊരു കിസ്സപ്പാട്ട് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആ നേർച്ചപ്പാട്ട് തന്നെ വിപുലമായ ആളുകൾ പാടി നടന്നിട്ടുണ്ടാവണമെന്നില്ല. എനിക്ക് തോന്നുന്നത് അത് ആ തരത്തിൽ എഴുതപ്പെട്ട ഒരു കൃതി അല്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അത് വ്യാപകമായ ഖ്യാതി ലഭിക്കാതെ പോയത്. ഏതായാലും ഇത് വളരെ എന്താ പറയാ അപൂർവമായിട്ടുള്ളൊരു സംരംഭമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാര്യംകുന്നത്ത് സീറപ്പാട്ട് എഴുതിയ നസറുദ്ദീൻ മണ്ണാർക്കാടിന്റെ തൂലികയിൽ നിന്ന് തന്നെ അത് വന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ചെറിയൊരു കാവ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു 1-2 മാപ്പിളപ്പാട്ട് എഴുതാൻ ഒരു പക്ഷെ നമുക്ക് ഇരുന്ന് പറ്റും. പക്ഷെ ചരിത്ര കൃതികളെ മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ ഭാവനാ അംശങ്ങൾക്കൊന്നും വലിയ ഇത് കൊടുക്കാതെ, എന്നാൽ ടിപ്പുവിന്റെ കുറച്ച് കാൽപ്പനികമായിട്ടുള്ള അതിന് ബാല്യകൗമാരങ്ങളും പിതാവും ആയിട്ടുള്ള ബന്ധങ്ങളും യുദ്ധങ്ങളും അതിലുണ്ടാവുന്ന അർപ്പണബോധവും അതോടൊപ്പം രാജ്യത്തിന്റെ ചരിത്രവും ടിപ്പുവിന്റെ ചരിത്രവും മൈസൂരിന്റെ കാര്യങ്ങളും ഒക്കെ ഹിസ്റ്റോറിക്കലായ എവിഡൻസ് വെച്ച് തന്നെയാണ് അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ല അധ്വാനമുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇശല് 122 ഇശല് കോർക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല അധ്വാനമുള്ള ഒരു കാര്യമാണ്, ചെറിയൊരു പണിയല്ല. അപ്പൊ ആ തലത്ത് പറഞ്ഞാൽ ഒരു ചരിത്രകൃതിയുടെ ധർമ്മവും അതോടൊപ്പം ഒരു മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ പോപ്പുലർ കൾച്ചറിലേക്ക് കൊടുക്കുന്ന ഒരു സർഗാവിഷ്കാരം എന്നുള്ള മാപ്പിളമാരുടെ പാരമ്പര്യത്തിന്റെ തുടർച്ച പുതിയ കാലത്തിന്റെ ഭാഷയിൽ കൊടുക്കുക എന്നുള്ള ഒരു രീതി കൂടി ഇതിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് അങ്ങേയറ്റം നസ്രുവിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇനിയും ഇത്തരത്തിലുള്ള കാവ്യങ്ങൾ എഴുതാൻ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ കാലത്തെ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കോ ഇത് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.